the order of magnitude. ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെ ഒരു ക്വാണ്ടിറ്റി എന്നാൽ അതിൻ്റെ ഓർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു 2-3 എക്സാമ്പിൾ. ഒന്ന്, ഒരു നമ്പർ നമുക്ക് തന്നിരിക്കുകയാണ് 2455, 2455. രണ്ടാമത് ഒരു നമ്പർ 975. മൂന്നാമത് ഒരു നമ്പർ അത് തന്നിരിക്കുന്നത് 9.11 into 10⁻⁻31. നാലാമതൊരു നമ്പർ തന്നിരിക്കുന്നത് 7.6500 into 10⁻⁴. അപ്പം ഇങ്ങനെ 1, 2, 3, 4 നമ്പർ തന്നു കഴിഞ്ഞാൽ ഈ നമ്പറുകളുടെ ഓർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാവോന്ന് അറിയില്ല, നിങ്ങൾ സെക്കൻഡ് പവർ നമ്മൾ dy/dx എന്നൊക്കെ പറയും അല്ലേ, ഡിഫറൻസിയേഷൻ. അല്ലെങ്കിൽ ഒരു ചെറിയ വാല്യൂവിനെ എക്സ് കൊണ്ട് ഹരിക്കുന്നത് നമ്മൾ +2 പഠിച്ചോളും, അടുത്ത വർഷം പഠിച്ചോളും. ചിലപ്പോൾ നമ്മൾ d²y/dx² എന്ന് പറയും. ഇത് ഫസ്റ്റ് പവർ ആയിരുന്നു, ഇത് സെക്കൻഡ് പവറായി. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഓർഡർ കൂടുക എന്ന് പറയും. എത്ര ഓർഡറിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു എന്ന് പറയണം. അതിന് ഫിസിക്സ് പരമായിട്ട് നമ്മൾ കൺസെപ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: the quantity with 1 digit free from the decimal. The quantity in which 1 digit is free from the decimal. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്? നമുക്കറിയാം ഡെസിമൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് അല്ലേ. ഇപ്പം ഞാനിവിടെ ഒരു സംഖ്യ എഴുതി കാണിക്കാം. ഇപ്പം 375, 375. ഇതിനെ 1 ഡിജിറ്റ് ഫ്രീ ആക്കി, ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഫ്രീ ആക്കി എഴുതണം. അപ്പം അതിനെങ്ങനെ എഴുതാൻ പറ്റും? 3.75 into 10⁻⁻ എത്രയാവും? ഡെസിമലാ മാറ്റിയേ? 2 ഡെസിമൽ മാത്രമല്ലേ. അപ്പം into 10⁻². ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നാ തന്നെ കിട്ടും? 375 കിട്ടും. Now the order of this digit, order is equal to 2. കണ്ടോ? 10ന്റെ പവർ നമുക്ക് ചെയ്തു വരുമ്പോൾ 1 ഡിജിറ്റ് ഇട്ടതിന് ശേഷം എത്രയാണോ കിട്ടുന്നത്, ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് എനി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ. അപ്പം ഇങ്ങനെ 1-2 നമ്പർ തന്നിട്ട് ഇതിലേതിനാണ് ഓർഡർ കൂടുതൽ, ഓർഡർ കുറവ്, അല്ലെങ്കിൽ ഓർഡർ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. മേ ബി ഒരു എക്സാമ്പിളോടെ പറയാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പം 7645. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7.645 into 10⁻3. What is its order? Order is equal to 3. കാര്യം മനസ്സിലായി വരുന്നില്ലേ? ഓർമ്മയോടെ ചെയ്യാം. If there is any decimal or any power, then we can write it as, ഇപ്പം ഇപ്പോൾ 76.4 into 10⁻². ഉണ്ട് നോക്കാം. ഇതിനെ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡെസിമലാക്കി മാറ്റണം. അപ്പോൾ എത്ര വരും? 7.64 into 10⁻1 ഇൻറ്റു ഇവിടെ എന്തുണ്ട്? 10⁻². അപ്പം മൊത്തം എത്രയാകും? 7.64 into 10⁻3. Then our order is equal to 3. കണ്ടോ? ഏതൊരു ഡിജിറ്റിനെ തന്നാലും we want to convert that digit is in the form in which 1 digit is free from the decimal. Then write the power of 10
then the power of 10 is called the order of magnitude of that number or digit. Clear അല്ലേ? അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 ഇതെല്ലാം നമുക്ക് ചെയ്യാലോ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഒന്ന് ചെയ്തു നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 4 ഇത് എഴുതിയെടുക്കണം ആദ്യം. ദ ക്വാണ്ടിറ്റി in which one digit is free from the decimal എഴുതിയെടുക്കണം. then you just try these problems. നമ്മളിവിടെ സോൾവ് ചെയ്ത പ്രോബ്ലംസ് എഴുതിയെടുത്തിട്ട് now you just calculate. നിങ്ങൾ തന്നെ calculate these questions 1 to 4 and find out the answer or magnitude of the order of the magnitude of these 4 digits. Okay, പെട്ടെന്ന് ചെയ്തേ. that is called order of magnitude. ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിൽ 9.75 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 എഴുതാലോ ഇല്ലേ? 9.75 എന്ന് പറയുന്നത് 9.75 ഒരു വലിയ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഡിജിറ്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 7 പോയിന്റ് അല്ല 9 പോയിന്റ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത 10ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുവാണെങ്കിൽ 10 × 10⁻² എന്ന് എഴുതത്തില്ലേ? അപ്പൊ എത്രയുണ്ട്? 10⁻1 × 10⁻², that is equal to 10⁻3. again order is equal to 3. അങ്ങനെ ചില സ്പെഷ്യൽ കേസുകൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ വരികയല്ലേ? 9.11 വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇട്ടിട്ട് 10 × 10⁻31, that is equal to 10⁻30. so order is equal to -30. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 9.11 അത് ഡയറക്റ്റ് 9.11 × 10⁻31 അങ്ങനെ എഴുതിയാൽ അതിന്റെ ഉത്തരം എന്നാ പറയണേ? ഓർഡർ -31 ആണ്. ഇനി നമ്മളോട് പറയാണ് ഈ ഡിജിറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഡിജിറ്റ് വാല്യൂ മാറ്റാൻ പറ്റുവാണെങ്കിൽ 9.11 നമുക്ക് എന്നാന്ന് എഴുതാം? 9.11 എങ്ങനെ എഴുതാം? അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എഴുതാം. അപ്പൊ 10 × 10⁻31 അല്ലേ? അല്ലേ? അല്ലെ പിന്നെ നിങ്ങൾ മറ്റേ പാടാക്കിയാൽ മതി. 10⁻31 1 പോയിന്റ് അല്ലെ 1 × 10⁻30 എന്ന് എഴുതാം. മനസ്സിലായോ? ഒരു ഡിജിറ്റ് ഇട്ടിട്ട് 1 × 10⁻30 എഴുതാലും ഓർഡർ -30 ആവും. ഈ 7.6 ശരിക്കും പറഞ്ഞാൽ 10ലേക്ക് എഴുതാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിൽ അതൊരു ഇതാണ്. പക്ഷേ ഒരു പ്രീവിയസ് ചോദ്യത്തിൽ അതിന് 10ലേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്തതാണ്. 10 × 10⁻4 that is equal to എത്രയാകും? 10⁻5. so order is equal to 5. ആദ്യത്തെ ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. if there is any questions in which the quantity or digit is very approximately equal to 10, അതിന് ഓർഡർ ഓഫ് 10 അല്ലേ നമ്മൾ ആക്കി മാറ്റുന്നത്. സോ അതിന് 10ന്റെ പവർ ആക്കാമെങ്കിൽ അതും കൂടെ ആക്കിയിട്ട് മൊത്തം ആഡ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ? നിങ്ങൾ എഴുതിയാലും 9.75 × 10⁻² എന്ന് ആദ്യത്തേനെ എഴുതാം. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഓർഡർ 2 എന്ന് എഴുതാം. ഡെസിമൽ കറക്ഷൻ ചെയ്യാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്നാ ചെയ്യണം? ഡെസിമൽ മാറ്റി 9.75 വെരി ഗുഡ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻1 × 10⁻², that is equal to 10⁻3. that is order is equal to 3. രണ്ട് രീതിയിലും വരുന്ന ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ 2-നും ക്വസ്റ്റ്യൻ നമ്പർ 3-ക്കും ക്വസ്റ്റ്യൻ നമ്പർ 4-നും എഴുതിയെടുത്തേ. അത് നമുക്ക് ആദ്യം ഡീൽ ചെയ്യുന്ന എറേഴ്സ് ആണ്. എറേഴ്സ്, എറർ. പിന്നെ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ആക്യുറസി. പിന്നെ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് പ്രെസിഷൻ.
അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഇപ്പം ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയൊക്കെ നമ്മൾ ഇനി അളക്കാൻ പോവാണ്. ലെങ്ത് ആണ് ലെങ്ത്, മാസ് ആണ് മാസ്, സമയമാണ് സമയം. ഓരോ ക്വാണ്ടിറ്റിനെ അളക്കുമ്പം നമുക്കൊരു കൃത്യം വാല്യൂ കിട്ടണം അല്ലേ? ഇപ്പം ജി എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ്? ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒന്ന് കാർത്തി, ഒന്ന് ശ്രീലക്ഷ്മി, ഒന്ന് ലക്ഷ്മി, ഒന്ന് ഞാൻ അളന്ന് കാർത്തി അളന്ന് കാർത്തിക്ക് 9.45 കിട്ടി. ശ്രീലക്ഷ്മി അളന്ന് ശ്രീലക്ഷ്മിക്ക് 9.60 കിട്ടി. ലക്ഷ്മി അളന്ന് ലക്ഷ്മിക്ക് 9.20 കിട്ടി. ഞാൻ അളന്ന് എനിക്ക് 10.20 കിട്ടി. ഓക്കെ, എന്നാൽ ഇതാണോ ശരിക്കുള്ള വാല്യൂ? ശരിക്കും കിട്ടേണ്ട വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ നമ്മൾക്ക് ഒരു എക്സ്പെരിമെന്റ് കിട്ടുമ്പോൾ അതിന് കൃത്യം കിട്ടേണ്ട വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. ആദ്യം അത് അളക്കണം. ട്രൂ വാല്യൂ, കൃത്യം കിട്ടേണ്ട വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. അല്ലെ അതിനെ നമ്മൾ വിളിക്കുന്നത് മീൻ വാല്യൂ എന്ന് ചിലപ്പം വിളിക്കാറുണ്ട്. മീൻ വാല്യൂ. ശരിക്കും അതിന്റെ ആക്ച്വൽ വാല്യൂ എന്നും അതിനെ വിളിക്കാം. ആക്ച്വൽ വാല്യൂ ഓർ ഒറിജിനൽ വാല്യൂ എന്നൊക്കെ പറയാം. ഇതെല്ലാം ഏതാണ്? അതിനകത്ത് കിട്ടുന്ന ഒറിജിനൽ വാല്യൂ. ഇവിടെ നോക്കിയേ, കാർത്തി എടുത്തപ്പം 45ഉം 35 0.35 വ്യത്യാസം ഉണ്ടായല്ലേ അല്ലേ? കൃത്യമായിട്ട് കിട്ടേണ്ടതിനകത്ത് 0.35 വ്യത്യാസം. ഇവിടെയോ 0.30 വ്യത്യാസമാണ്. ഇവിടെയോ 0.60 വ്യത്യാസമാണ്. ഇവിടെയോ 0.40 വ്യത്യാസം. ഓക്കെ, ആദ്യം എന്നാ ചെയ്യണം? ട്രൂ വാല്യൂ നമുക്ക് അറിയണം. ട്രൂ വാല്യൂന്ന് ഓരോ വാല്യൂ എത്ര വ്യത്യാസമാണ് നോക്കും. ആക്ച്വലി അതിനെയാണ് നമ്മൾ പറയണ എറർ അല്ലേ? ഇസ് എ സിമ്പിൾ ഡെഫിനിഷൻ. എറർ ഈസ് ദ ഡീവിയേഷൻ ഓഫ് എനി മെഷർമെന്റ് ഫ്രം ദ ട്രൂ വാല്യൂ. ഇവിടെ അപ്പൊ ഏറ്റവും എറർ കുറവ് ആർക്കായിരിക്കും? 0.30 കിട്ടിയ ആളല്ലേ? എറർ ഏറ്റവും കുറയുക എന്ന് പറഞ്ഞാലാണ് വ്യത്യാസം ഏറ്റവും കുറയണം. ഇതാണ് ഏറ്റവും നല്ല റീഡിങ് കിട്ടിയത്. ഇതാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല റീഡിങ് കിട്ടിയ ആള്. ഇതാണ് അത് കഴിഞ്ഞ് ഏറ്റവും നല്ല റീഡിങ് കിട്ടിയ ആള്. ഇതാണ് അത് കഴിഞ്ഞ് ഏറ്റവും നല്ല റീഡിങ് കിട്ടിയ ആള്. മനസ്സിലായോ? ഇപ്പം എറർ എന്നാന്ന് മനസ്സിലായോ? നിങ്ങളിങ്ങനെ ഓരോ ഡെഫിനേഷൻ എഴുതി തരും. ഡെഫിനേഷൻ ഞാനും എഴുതി തരും. പക്ഷെ എന്നാ വ്യത്യാസം എന്നുള്ളത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ error is defined as the deviation or uncertainty of the measurement from the true value എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ വാല്യൂ, ഞാൻ ഈ മെഷർ ചെയ്ത വാല്യൂവിനെ ഞാൻ വിളിക്കുന്നത് മെഷേർഡ് വാല്യൂ എന്ന് പറയും. മെഷേർഡ് വാല്യൂ. അപ്പൊ ആദ്യം നമ്മൾ വിളിച്ച വാല്യൂവിന്റെ പേരാണ് ട്രൂ വാല്യൂ. ഇനി നിങ്ങൾ എഴുത്തെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ട്രൂ വാല്യൂ. നമ്മൾ അളന്നെടുത്ത വാല്യൂവിന്റെ പേരാണ് മെഷേർഡ് വാല്യൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, എറർ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ദ ഡീവിയേഷൻ ഫ്രം ദ ഏത് വാല്യൂവിൽ നിന്നുള്ളതാണ്? ഫ്രം ദ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ശരിയല്ലേ? ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ആ വ്യത്യാസത്തിനെയാണ് ഒരു ഫിസിക്കൽ മെഷർമെന്റിന്റെ അല്ല ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എറർ എന്ന് വിളിക്കുന്നത്. ഈസ് എ ഡീവിയേഷൻ ഫ്രം ദ ട്രൂ വാല്യൂ ഓർ അടുത്ത പേര് പറയാം ആക്ച്വൽ വാല്യൂ ഓർ മീൻ വാല്യൂ.
ഓക്കെ, ദാറ്റ് ഈസ് ദ എറർ. ഇനി ഇവിടുത്തെ കേസിൽ ലോവസ്റ്റ് എറർ ആർക്കാണ്? ഏറ്റവും കുറവ് 0.30. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എറർ കൂടുന്നതനുസരിച്ച് തെറ്റ് കൂടും, എറർ കുറയുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആക്യുറേറ്റ് ആണ്. അതാണ് അടുത്ത വാല്യൂ, ആക്യുറസി. അപ്പൊ ആക്യുറസി എന്നായിരിക്കും? ഹൗ മച്ച് അവർ മെഷേർഡ് വാല്യൂ ഈസ് ക്ലോസ് ടു ട്രൂ വാല്യൂ. എത്രമാത്രം അടുത്താണ്? ഹൗ മച്ച് അവർ മെഷേർഡ് വാല്യൂ ഈസ് ക്ലോസ് ടു ദ ട്രൂ വാല്യൂ. ശരിയല്ലേ? ഏറ്റവും അടുത്ത് കിടന്നാൽ അതാണ് ഏറ്റവും ആക്യുറേറ്റ്, അകന്ന് കിടന്നാൽ അതാണ് ഏറ്റവും മോശമായിട്ടുള്ളത്. ഓക്കെ. മൂന്നാമത്തെ ക്വാണ്ടിറ്റിയാണ് പ്രിസിഷൻ, അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ വിളിക്കുന്ന കൃത്യത എന്ന്. അത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള പ്രിസിഷൻ, കൃത്യത കൂടിയ എന്നാ കൂടും? ആക്യുറസി കൂടും. ഇഫ് precision increase accuracy also increases. So precision is the resolution of limit of quantities. Resolution എന്ന് കേട്ടിട്ടുണ്ടോ? resolution, what is in the resolution? ഇപ്പൊ നോക്കിയാൽ എനിക്ക് ഇവിടുന്ന് എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു ചെറിയ കപ്പിന്റെ പൊക്ക അളക്കണം. അത് വലിയൊരു നീളമുള്ള ഒരു ഇതുകൊണ്ട് അളന്നു. അതിനുശേഷം ക്വാണ്ടിറ്റി മീറ്ററിലുള്ളത് കൊണ്ട് അളന്ന്, സെന്റിമീറ്ററിലുള്ളത് കൊണ്ട് അളന്ന്, മില്ലിമീറ്റർ ഉള്ളത് കൊണ്ട് അളന്ന്. ഏതിനായിരിക്കും ഏറ്റവും കൃത്യത കിട്ടുന്നത്? ഏറ്റവും ചെറിയ യൂണിറ്റ് വെച്ച് മെഷർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റാണ്. ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് അത്രയും കൃത്യതയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വർഷം സ്ക്രൂ ഗേജ്, എന്താണ് സ്ക്രൂ ഗേജ്? ഈ സാധനമാണ് വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പേഴ്സ്. ഇത് രണ്ടും വസ്തുക്കളുടെ നീളമല്ല, വീതിയല്ല, റേഡിയസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു 0.01 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞത്. ഇതിന്റെ 0.01 മില്ലിമീറ്റർ ആണ്. അപ്പം വെർനിയർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നതിനേക്കാൾ പ്രിസിഷൻ കൂടുതലാണ് ആർക്ക്? സ്ക്രൂ ഗേജ്. നമ്മൾ സാധാരണ ഒരു സ്കെയിൽ കൊണ്ട് അളക്കുന്നതിനേക്കാൾ തെറ്റ് കുറവേ വെർനിയറിന് വരുള്ളൂ, അതിനേക്കാളും തെറ്റ് കുറവേ വരുള്ളൂ സ്ക്രൂ ഗേജിന്. ഏറ്റവും നല്ലത് സ്ക്രൂ ഗേജ് ആണ്. സോ precision is defined as the resolution of limit. The resolution of limit of the quantity measured. നമ്മൾ പറഞ്ഞു ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ മെഷർ ചെയ്താല്, ഇപ്പൊ നോക്കിയേ, ഇവിടെ എനിക്ക് 9.8 എന്ന് അറിയാമെന്നുണ്ട്. അറിയത്തില്ലെങ്കിലാണ് നമ്മൾ പറയണത് അതിന്റെ എണ്ണ എടുക്കണം, എല്ലായിടം കൂട്ടിയ ചൈന എണ്ണം കൊണ്ട് ഹരിക്കുന്ന മീൻ എടുക്കണം. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ട്രൂ വാല്യൂ ആണ്, അല്ലെങ്കിൽ മീൻ വാല്യൂ ആണ്, അല്ലെങ്കിൽ അതിനെ ആക്ച്വൽ വാല്യൂ എന്ന് വിളിക്കാറുണ്ട്, ഒറിജിനൽ വാല്യൂ എന്ന് വിളിക്കാറുണ്ട്. ഏത് പ്രോബ്ലത്തിൽ ചോദിച്ചാലും ഇതൊന്നു തന്നെയാണ് സാധനം. പല സെറ്റ് റീഡിങ് എടുത്തു, അതിൽ നിന്ന് അതിനകത്തുള്ള എടുത്ത റീഡിങ്ങുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂസ്. ഈ ശരിക്കുള്ള ട്രൂ വാല്യൂ എന്ന് മെഷേർഡ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ, ആ ഡിഫറൻസ്, അതാണ് നമുക്ക് പറ്റിയ എറർ. അത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിലെ മിസ്റ്റേക്കും ഉണ്ടാകും. അത് നമ്മൾ പറയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറർ. ഇനി സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ ആണ് അടുത്ത ഹെഡിങ്. എനിക്ക് പറ്റിയ പല പല എറർ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി ആക്യുറസി കൂടിക്കഴിഞ്ഞാൽ എറർ കുറയും. എത്രമാത്രം ഞാൻ അളന്ന വാല്യൂ ക്ലോസ് ആണ് ട്രൂ വാല്യൂയുടെ. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും നല്ല ആക്യുറസി ഏത് വാല്യൂവിനാണ്? ഏതിന്
എറർ ഏറ്റവും കുറഞ്ഞതിനാണ് ആക്യുറസി ഏറ്റവും കുറഞ്ഞത്. അടുത്തായി പറയുന്ന ഒരു ടൈമാണ് പ്രിസിഷൻ. പ്രിസിഷൻ ഈസ് എ റെസൊല്യൂഷൻ ഓഫ് ലിമിറ്റ്. ദാറ്റ് ഈസ് എ മാക്സിമം ലിമിറ്റ്. മാക്സിമം കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ലിമിറ്റ്. എത്ര കൃത്യമായിട്ട്, ഏറ്റവും നന്നായിട്ട് അവൻ ഇത്രയായിട്ട് അളക്കാം. 9.88860555 എനിത്തിങ്. അത്രയും കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ആ ഇൻസ്ട്രുമെന്റിന്റെ റെസൊല്യൂഷൻ. ഏത് ഇൻസ്ട്രുമെന്റ് ആണ് വെച്ച് ചെയ്യുന്നത്? സിമ്പിൾ പെൻഡിലൊക്കെ വെച്ച് ജി കണ്ടുപിടിക്കാം. അങ്ങനെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് പ്രിസിഷൻ. സോ എറർ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ മൈനസ് ആക്ച്വൽ വാല്യൂ, ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ശരിക്കുള്ള വാല്യൂ ആണ് ട്രൂ വാല്യൂ. നമ്മൾ മെഷർ ചെയ്തപ്പം കിട്ടിയതാണ് മെഷേർഡ് വാല്യൂ. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എറർ. എറർ ഏറ്റവും കുറഞ്ഞവനാണ് ആക്യുറസി ഏറ്റവും കൂടുതൽ. ദാറ്റ് മീൻസ് എ ക്ലോസ്നെസ്. ഹൗ മച്ച് അവർ മെഷേർഡ് വാല്യൂ ഈസ് ക്ലോസ് ടു ദ ട്രൂ വാല്യൂ ഓർ ആക്ച്വൽ വാല്യൂ. And we define precision. Precision means കൃത്യത. Precise, എത്രമാത്രം കൃത്യമായിരിക്കും. If our precision of our instrument is increased, accuracy also increased. There is some devices we can say that screw gauge and vernier calipers. These are we used to measure the length of the bar, anything, scale or anything. സ്കെയിൽ വെച്ച് അളക്കുന്നതിനേക്കാൾ precision കൂടുതലാണ് വെർനിയർ കാലിപ്പറിന്, അതിനേക്കാൾ കൂടുതലാണ് സ്ക്രൂ ഗേജിന്. സോ റെസൊല്യൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ പ്രിസിഷൻ കൂടിക്കഴിഞ്ഞാൽ ആക്യുറസിയും കൂടും, മോർ കറക്റ്റ്നെസ്സും ആകും നമ്മുടെ വാല്യൂ. സോ precision is defined as the resolution of the limit of the quantity that we are measured. ഇതിന് നമ്മൾ ഒരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്. ദ ഡീവിയേഷൻ ഓർ അൺസർട്ടനിറ്റി ഓഫ് ദ മെഷർമെന്റ് എന്നോടെ വിളിക്കാം എററിനെ. ദ ഡീവിയേഷൻ, നമ്മൾ അളക്കുന്നതിലെ വ്യത്യാസങ്ങൾ, ഓർ അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്നാണേലും ഒരു വ്യത്യാസം വരും. കൃത്യ ആ വാല്യൂ നമുക്ക് ഒരിക്കലും കിട്ടിയല്ല. അൺസർട്ടനിറ്റി ഓഫ് ദ മെഷർമെന്റ്. ഡിഫൈൻ ചെയ്ത് ഓരോ ക്വാണ്ടിറ്റീസും കൃത്യമായിട്ട് എഴുതുക, ഹെഡിങ് എഴുതുക. ആക്യുറസി ആൻഡ് എറേഴ്സ് ഇൻ മെഷർമെന്റ്. ഹെഡിങ് ആക്യുറസി ആൻഡ് എറേഴ്സ് ഇൻ മെഷർമെന്റ്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എറേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ എന്നാണേലും എന്ത് കാണിച്ച് ചെയ്താലും എറർ ഉണ്ടാവും. സോ എറർ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് എറേഴ്സ്. Second one, random errors. First one, systematic errors. Second one, random errors. In systematic error, it is again classified into three types. First one, instrumental errors. ഹെഡിങ് അങ്ങനെ കേട്ടെ, ഇനി പറയാം. ഇപ്പം സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കിയേ, ഞാനൊരു കാര്യം ചെയ്തു. ഇപ്പം എനിക്കിപ്പം കിട്ടേണ്ട വാല്യൂ 10 ആയിരുന്നു. ഓക്കെ, ട്രൂ വാല്യൂ കിട്ടേണ്ട എത്രയായിരുന്നു? 10 ആയിരുന്നു. അപ്പം എനിക്ക് വേണമെങ്കിൽ 9.8 എന്നും കിട്ടാം, 10.2 എന്നും കിട്ടാലോ. ഇതെന്ന് പറയുന്നത് പ്ലസ് 0.2ന്റെ വ്യത്യാസം. ഇതെന്ന് പറഞ്ഞാലോ മൈനസ് 0.2ന്റെ വ്യത്യാസം. സോ നമുക്ക് കിട്ടേണ്ട ട്രൂ വാല്യൂ അല്ലെ ആക്ച്വൽ വാല്യൂന്ന് ഒരു പോസിറ്റീവ് അല്ലെ നെഗറ്റീവ് സൈനിൽ ഒരു എറർ സംഭവിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന എററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്കായി സംഭവിച്ച എററുകൾ, സിസ്റ്റമാറ്റിക് എറേഴ്സ്. പക്ഷെ എനിക്കറിയാം ഇതെന്ത് മൂലമാണ് സംഭവിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? എറേഴ്സ് ദാറ്റ് ആർ ഡ്യൂ ടു ദ അപ്പാരറ്റസ്, അല്ലേ? നമ്മൾ മെഷർ ചെയ്യുന്ന അപ്പാരറ്റസ് അല്ലെ ഇൻസ്ട്രുമെന്റ്, അപ്പാരറ്റസ് ഓർ ഇൻസ്ട്രുമെന്റ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ apparatus or instrument that are used.
ഇപ്പൊ നോക്കിക്കേ, അവിടെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ പറയാണ് എനിക്കൊരു സ്കെയിൽ കൊണ്ട് നല്ല ഒരു സ്കെയിൽ കൊണ്ട് ഒരു നീളം എടുക്കണം. ആ സ്കെയിൽ കുറെ പൊട്ടിയതൊക്കെ, അത് അതിന്റെ റീഡിങ് വായിക്കാൻ പറ്റുന്നില്ല, എറർ ഉണ്ടാകാലോ. ഇനി ഞാൻ ഇപ്പം ഈ സ്ക്രൂ ഗേജ് എന്ന് പറയുന്ന സാധനത്തിന് സീറോ കറക്ഷൻ എന്നൊക്കെ പറയും. കൃത്യമായ ഒരു സീറോ കറക്ഷൻ, അല്ലെങ്കിൽ ആദ്യം വാല്യൂ തുടങ്ങേണ്ടത് സീറോയിലാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കാരണം വെച്ച് സീറോ വരെ കൊണ്ടുചെല്ലാൻ പറ്റുന്നില്ല. നിങ്ങൾ ഗാൽവനോമീറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സീറോയിൽ തുടങ്ങേണ്ടെങ്കിൽ ഒരെണ്ണം കുത്തി കഴിയുമ്പോൾ ചിലപ്പോൾ സീറോയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറിക്കിടക്കും. ഇതെല്ലാം എന്തി വരുന്നതാണ്? ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. ദീസ് ആർ ഇൻഹറന്റ് എറേഴ്സ് ഓഫ് ദ apparatus used for the measurement. The imperfection in design, calibration of the measuring apparatus, and zero error of the instrument, etc. or zero correction in the case of screw gauge. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. നമുക്കത് മെയിൻലി ഏതാണെന്ന് ഡിസ്കസ് ചെയ്ത് പോയാൽ എനിക്ക് തോന്നുന്നത് അതിന് കൃത്യമായ ഡെഫിനേഷൻ ഇല്ല. ഞാൻ എഴുതുന്ന ടീച്ചർ എഴുതരും, അപ്പം നിങ്ങൾ രണ്ടും ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ എററാണ് എറർ ഡ്യൂ ടു imperfection in experimental technique. Imperfection in experimental technique. അതെന്നായിരിക്കും പറഞ്ഞ കാർത്തി? തന്നെ പറയാനുള്ളൂ. imperfection in experimental technique എന്നായിരിക്കും? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മെഷർ ചെയ്യാൻ പോവുക. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുകയാണ് എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഞാൻ അളക്കാൻ പോവുക. പനി നോക്കുക, മൂക്കൊച്ചിൻ്റെ അല്ലെങ്കിൽ മോളുടെ പനി നോക്കുമ്പം അപ്പം നമുക്കറിയാം, നമ്മളിങ്ങനെ ആ തെർമോമീറ്റർ ആണെങ്കിൽ നാക്കിൻ്റെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പണ്ടൊരു രീതിയുണ്ട്, ഇങ്ങനെ കണ്ടുണ്ടോ? അപ്പം അല്ല നമ്മൾ ഇവിടെ കൈയുടെ ഇവിടെ വെച്ച് മെഷർ ചെയ്യും, അല്ലെ ഇപ്പുറത്ത് വെച്ച് മെഷർ ചെയ്യും. അപ്പൊ എവിടെയെങ്കിലും വെച്ച് മെഷർ ചെയ്യുമ്പോൾ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് ചെയ്യുമ്പോഴത്തേന് എന്നാ പറയണേ, ഒരു കൃത്യതയില്ലായ്മ. എക്സ്പെരിമെന്റ് ചെയ്യുന്നതിലെ കൃത്യയില്ലായ്മ. ഇപ്പൊ വെള്ളം ചൂടാക്കി വെച്ച് ഒരു തെർമോമീറ്റർ, അതിന് എക്സാമ്പിൾ ആയിട്ട് തെർമോമീറ്റർ ഓർത്തിരുന്നാൽ മതി. ഒരു തെർമോമീറ്റർ വെച്ച് ഞാൻ അതിന്റെ ചൂടളക്കാൻ പോവാം, അതിന്റെ ഹോട്ട്നെസ് അളക്കാൻ പോവാം. ഹോട്ട്നെസ് അളക്കാൻ പോകുമ്പോൾ ഇങ്ങേ അടുത്ത് കുത്തിപ്പോ ഒരു വാല്യൂ, അങ്ങേ അടുത്തൊരു കുത്തിപ്പോ വാല്യൂ, വേറൊരു അടുത്ത് വെച്ചാൽ വേറൊരു വാല്യൂ. ദീസ് ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ കോൾഡ് imperfections in experimental technique. The third one, personal errors. അതെന്നായിരിക്കും? പേഴ്സണൽ എറേഴ്സ് എന്നായിരിക്കും? ചില പിള്ളേർ തിയററ്റിക്കലി വായിച്ചു പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എക്സ്പെഷ്യലി മെയിൻലി എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് തിയറി പഠിക്കാൻ ഭയങ്കര ബ്രില്യൻറ്റ്. പക്ഷെ ഒരു സർക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു കണക്ഷൻ കൊടുക്കുക, ഒരു ബൾബ് മാറ്റിയിടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും കുറച്ചുകൂടി ഒരു ഡോമിനന്റ് ആയിട്ട് വരുന്നത്? നിങ്ങൾ 3 പേരും പെൺകുട്ടികൾ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. നമ്മളിപ്പോ ബോയ്സ് ആയിരിക്കും കുറച്ചുകൂടി ഒരു ഡോമിനന്റ് വരുന്നത്, അല്ലെ, എക്സ്പെരിമെന്റ് സ്കില്ലിന്. സോ ചിലപ്പം ചില കുട്ടികൾക്ക് ലാക്ക് ഓഫ് സ്കില്ലായിരിക്കും. അവർക്ക് എന്നാ കാണിച്ചാലും എക്സ്പെരിമെന്റ് ചെയ്യാൻ അറിയത്തില്ല. ചിലവരുടെ കെയർലെസ് ആയിരിക്കും. ചിലപ്പോൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് ചെയ്യും, പക്ഷെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് 2 യൂററ്റും 2 പിപ്പറ്റും പൊട്ടിച്ചിട്ടേ പോവുള്ളൂ. അത് എന്നാന്നറിയത്തില്ല, പണ്ടേ എങ്ങനെയാണ്. നല്ല സൂപ്പറായിട്ടൊക്കെ ചെയ്യും, അവസാനം ചൂടാക്കി കൈ പൊള്ളി സാറേ നേരെ താഴ്ത്തിട്ട് വീഴുന്നു, 500 നമ്മളപ്പോൾ എഴുതി വെക്കുന്നു. സോ പേഴ്സണൽ എറേഴ്സ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് സ്കിൽ ഓർ കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ. ഇത് മൂലം സംഭവിക്കുന്ന ദീസ് ടൈപ്പ് ഓഫ് എറേഴ്സ് ദാറ്റ് വി ക്യാൻ മെഷർ. ഇങ്ങനെ വരുന്ന എറർ നമ്മുടെ കൃത്യം വാല്യൂവിൽ നിന്ന് പ്ലസ് അല്ലെ മൈനസ് സൈനിൽ ഒരു കൃത്യമായ വാല്യൂവിൽ സിസ്റ്റമാറ്റിക് എറർ സംഭവിക്കും. ഇനി അടുത്തതാണ് റാൻഡം എറേഴ്സ്. റാൻഡം എറേഴ്സ് ആർ irregularly occurred. Irregular errors. പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിയേ,
ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു വന്നപ്പോൾ എന്തായാലും ഒരു എറർ സംഭവിക്കുക. മനസ്സിലായോ? എൻ്റെ ഇൻസ്ട്രുമെൻ്റ് നല്ലതാണ്, എനിക്ക് കെയർലെസ് ഒന്നുമില്ല, അല്ലെ എൻ്റെ മൂഡ് നല്ലതാണ്, ഞാൻ നന്നായിട്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്, എല്ലാം കൃത്യമായിട്ട് ചെയ്തപ്പോഴും എനിക്കൊരല്പം എറർ വന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? ഒരു റെഗുലറായ ഒരു കാരണമൊന്നുമില്ല. സോ ഇറഗുലർ എറേഴ്സ് ആർ കോൾഡ് റാൻഡം എറേഴ്സ്. അവിടെ ഒരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ ബി ഡിക്രീസ് ദ റാൻഡം എറേഴ്സ്? ഇങ്ങനെ ഉണ്ടാകുന്ന റാൻഡം എററുകൾ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം റീഡിങ് എടുക്കുന്നതിന് പകരം 1, 2, 3, 4, 5, 6 എക്സെട്ര 10 പ്രാവശ്യം റീഡിങ് എടുത്തു. ഓക്കെ, അപ്പം 9.8 എന്ന് കിട്ടി, 9.9 എന്ന് കിട്ടി, 9.2 എന്ന് കിട്ടി, 9.4 എന്ന് കിട്ടി, 9.6 എന്ന് കിട്ടി, 9.1 കിട്ടി. ഇങ്ങനെ പല റീഡിങ് എടുത്ത് അതിൻ്റെ ആവറേജ് കണ്ടാൽ പോരെ? കൂടുതൽ റീഡിങ് എടുത്ത് അതിൻ്റെ എല്ലാം മീൻ കാണുക. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈം. ഇപ്പം എല്ലാം കൂട്ടി ഇപ്പോൾ 9 സംതിങ് കൂട്ടിയപ്പോഴത്തേന് നമുക്ക് 9 10 900 998 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 99 എന്ന് കിട്ടും, 99.8 എന്ന് കിട്ടി, ഡിവൈഡ് ബൈ 10 പ്രാവശ്യം ചെയ്ത് അപ്പോൾ 9.98 എന്ന് കിട്ടി. കണ്ടോ? അങ്ങനെ നമ്മൾ ഉണ്ടാകുന്ന റാൻഡം എറേഴ്സ് അല്ലെങ്കിൽ ഇറഗുലർ എറേഴ്സിനെ we can minimize by taking a large number of measurements. By taking a large number of measurements. Okay, by taking a large number of measurements, we can reduce or decrease the errors. That type of errors are called random error. So error in രണ്ട് രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. സിസ്റ്റമാറ്റിക് എറർ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നതിൽ വരുന്ന തെറ്റ്, കൃത്യം വരുന്ന തെറ്റ്. 10 എന്ന് കിട്ടുന്നിടത്ത് 10.2 കിട്ടി. നമുക്കറിയാം കൃത്യം 10 കിട്ടിയ ആ പിള്ളേർക്ക് മുഴുവൻ മാർക്കും കൊടുക്കും. 10.2 അങ്ങോട്ട് ഇച്ചിരി മാറി, അപ്പം നമ്മളൊരു 10 മാർക്ക് കൊടുക്കേണ്ടടുത്ത് 9.5 മാർക്ക് കൊടുക്കും. ഇച്ചിരി ഇങ്ങോട്ട് കിട്ടിയാലും തുല്യമല്ലേ? നോക്കി, 10 എനിക്ക് കൃത്യം കിട്ടേണ്ടടുത്ത് കാർത്തുക ചെയ്തപ്പോൾ 9.8 എന്ന് കിട്ടി, ശ്രീലക്ഷ്മി കിട്ടിയപ്പോൾ 10.2 കിട്ടി. ഇത് രണ്ടു നല്ല വ്യത്യാസം സെയിം അല്ലേ? ഇപ്പൊ രണ്ടുപേർക്ക് ഒരേ മാർക്കല്ലേ തരാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഈ വർഷം പ്രാക്ടിക്കലുണ്ട് കേട്ടോ, ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ. അപ്പം എററുകൾ കുറയ്ക്കുമ്പോൾ ഈ കാര്യമൊക്കെ മനസ്സിൽ വേണം. If I can take more times, the error will be decreased. First of all, you take very good instrument. Avoid maximum imperfections. If we have lack of skill, try to make a good skill for the experiment and avoid our careless, and take 3 or more times a repetition of our measurement. Then we obtain a very good result. അങ്ങനെ എററുകളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ കൃത്യം ട്രൂ വാല്യൂ എത്രയാണോ കിട്ടേണ്ടത് ആ ട്രൂ വാല്യൂവിലേക്ക് നമ്മൾ അളന്നെടുക്കുന്ന മെഷർമെൻറ്റുകളെ മെഷേർഡ് വാല്യൂസിനെ ട്രൂ വാല്യൂവിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പം നമ്മുടെ ആക്യുറസി കൂടും, പ്രെസിഷൻ കൂടും, എറർ കുറയും, നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഓക്കെ.